ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് ഞാൻ നല്ലൊരു ഫേസ് പാക്ക് മുഖത്ത് തേച്ചായിരുന്നേ. അതിൻ്റെ ആ ഒരു റിസൾട്ട് കേട്ടോ, മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അരിപ്പൊടി വെച്ചുള്ളൊരു പാക്കാണിത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി പാക്കുകളും തേച്ചിട്ട് കേട്ടോ, ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു അരിപ്പൊടി വെച്ചുള്ളൊരു പാക്ക് മുഖത്ത് തേക്കാതെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. മുഖത്തിപ്പോൾ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ കരിവാളിപ്പൊക്കെ ഒന്ന് കുറയാനും നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാം അല്ലേ. അതിനായിട്ട് ഞാനിതാ കുറച്ച് അരിപ്പൊടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഒരു 2-2.5 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് കേട്ടോ. ഞാനിത് അരിച്ചെടുത്തിട്ടൊന്നുമില്ല, പിഴിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഉരുളക്കിഴങ്ങിൻ്റെ പൊടികളുണ്ടോ, അരിച്ചെടുത്തിട്ടില്ലേ. ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതും തിളപ്പിക്കാത്ത പാലാണ് എടുത്തേക്കണത്. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. രണ്ടും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് കുറച്ച് ഉരുളക്കിഴങ്ങ് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാനിത് മുഖത്ത് തേക്കുന്നതല്ലേ. അപ്പോഴത്തേക്ക് ഇതെല്ലാം നല്ലോണം അങ്ങ് സെറ്റാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പാക്ക്. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത്തിരി കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുക്കാൻ ശ്രമിക്കണേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് മുഖത്ത് തേക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പാക്ക് ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് അങ്ങ് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതുകൂടെ തേച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഫേസിലങ്ങ് തേച്ച് പിടിപ്പിക്കണേ. മുഖത്തുള്ള കരിവാളിപ്പൊക്കെ നല്ലോണം മാറിക്കിട്ടും. പിന്നെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. ഈ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങ് നീരും പാലും ഇത് മൂന്നും നമ്മുടെ നിറം വയ്ക്കാൻ സഹായിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം മാറിക്കിട്ടും. മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലൊരു പാക്കാണിത്. നല്ലോണം തേച്ച് കൊടുക്കട്ടെ. മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൈകളിലും കാലിലൊക്കെ തേച്ചെടുക്കാവുന്നതാണ്. കൈകളിലൊക്കെ തേച്ചെടുക്കുമ്പോൾ ഇത്തിരി ഓയിലും കൂടി ഒന്ന് ഇതിലോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കൈകൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈനെസ് വരും. അതുകൊണ്ട് ഇത്തിരി ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ നമ്മുടെ കൈകളിലൊക്കെ തേക്കുമ്പോൾ. ഫേസ് തേക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല. ഇനിയിപ്പം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു പാക്കിൽ ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് നോക്കിക്കോളൂ കേട്ടോ. വെളിച്ചെണ്ണ ആയാലും പ്രശ്നമില്ല. കുറച്ച് വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്തിട്ട് തേച്ചോളെ. അപ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണയൊന്നും ചേർക്കണില്ല. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങിൻ്റെ നീരും പാലും തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നല്ലോണം തേച്ചെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും കഴുത്തിലും തേച്ച് കൊടുക്കണില്ല. നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലൂടെ തേക്കാൻ മറന്നു പോകരുത്. ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് തേക്കുള്ളേ. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് കാണാം. ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖത്തുള്ള മാറ്റം കണ്ടില്ലേ, നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പാക്കുകളൊന്നും മുഖത്ത് തേക്കാറില്ല. മടി തന്നെയാണ് കാരണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അരിപ്പൊടി വെച്ചുള്ളൊരു പാക്ക് തേക്കാമെന്ന്. എനിക്ക് അരിപ്പൊടി, മുൾട്ടാണി മിട്ടി, കടലമാവ് ഇതൊക്കെ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ടൊന്ന് ബ്രൈറ്റ് നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല മാറ്റം അറിയാൻ കഴിയുന്നുണ്ട്. അടിപൊളി പാക്കാണിത്. ഇത് ഞാൻ പാക്കുകളൊന്നും തേക്കാതെ ഇരുന്നിട്ട് നമ്മൾ തേക്കുമ്പോഴാണ് നല്ല മാറ്റം അറിയാം കേട്ടോ. അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ പാക്ക് ഇടുന്നവർക്ക് അങ്ങനെ റിസൾട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നല്ല അടിപൊളി പാക്കാണ്. അരിപ്പൊടി, പാല്, ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഇത് 3 മതി കേട്ടോ. നിങ്ങളിപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു പാക്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൽമണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ചാലും അടിപൊളിയാണ്. ഇപ്പോൾ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് എനിക്കങ്ങനെ വെളിച്ചെണ്ണ ഇപ്പോൾ പ്രശ്നമില്ല കേട്ടോ. മുമ്പൊക്കെ ആണെങ്കിൽ മൂക്കൂരൊക്കെ വരുന്നതാണ്. ഇപ്പം അങ്ങനെ പ്രശ്നമില്ല.
അപ്പോൾ ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കാതെയാണ് ഈ ഒരു പാക്ക് മുഖത്ത് തേച്ചത്. അപ്പോൾ ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഇപ്പം മുഖക്കുരൊക്കെ ഉണ്ടെങ്കിൽ മുഖക്കുരൊക്കെ മാറാനും ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാനും സ്കിൻ ഒന്നുകൂടെ ബ്രൈറ്റ് ആവാനൊക്കെ നല്ലൊരു പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും